ആർജെഡി യുഡിഎഫിലേക്ക് പോകുമോ എന്ന ചർച്ചകൾക്കിടെ റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ്. കൂത്തുപറമ്പ് സീറ്റിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ആർജെഡിയിൽ തന്നെ ഭിന്നത. 2011 മുതൽ കൂത്തുപറമ്പിൽ മത്സരിക്കുന്ന KP മോഹനൻ ഇത്തവണ മാറി നിൽക്കണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. എന്നാൽ മത്സരിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു തന്നെയാണ് KP മോഹനനുള്ളത്. KP മോഹനൻ മാറിയാൽ ബന്ധുവായ യുവ നേതാവിനെന്ന് മോഹനോട് അടുത്തു നിൽക്കുന്ന വിഭാഗം പറയുന്നു. UDFിൽ നിന്ന് ലീഗിന്റെ പൊറ്റക്കണ്ടി അബ്ദുള്ള ഇത്തവണ മത്സരിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പാവുകയും ചെയ്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, മുന്നണി മാറ്റത്തിന്റെ ചർച്ചകളും ഈ ആർജെഡിയുടെ കലഹവും അത് നമ്മൾ കൂട്ടി വായിക്കണോ? എന്താണ് ഇപ്പോൾ ആർജെഡിയിൽ നടക്കുന്ന, പ്രത്യേകിച്ച് കൂത്തുപറമ്പ് സീറ്റിനെ ചൊല്ലി, അവരുടെ ഏക MLA ഉള്ള കൂത്തുപറമ്പ് സീറ്റിനെ ചൊല്ലി നടക്കുന്ന ചർച്ചകൾ? വിനീത, RJD LDFിലായാലും UDFിലായാലും കൂത്തുപറമ്പിൽ RJD തന്നെ മത്സരിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ RJD സ്ഥാനാർത്ഥി KP മോഹനൻ ആകണോ എന്നതിലാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായമുള്ളത്. താൻ മത്സരിക്കാൻ സന്നദ്ധനാണ്, താൻ തന്നെ മത്സരിക്കുമെന്ന നിലപാടിലാണ് KP മോഹനൻ. പക്ഷേ 2011 മുതൽ കൂത്തുപറമ്പിൽ മത്സരിക്കുന്ന KP മോഹനൻ മാറി നിൽക്കട്ടെ, പുതിയ ആളുകൾക്ക് അവസരം നൽകട്ടെ എന്ന് വാദിക്കുന്ന മറുവിഭാഗവുമുണ്ട്. അതേസമയം താൻ മാറുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ KP മോഹനൻ മാറുകയാണ് എങ്കിൽ KP മോഹനന്റെ ബന്ധുവായ യുവ നേതാവ് പ്രവീണിനെ പരിഗണിക്കണമെന്ന ആവശ്യം KP മോഹനോട് അടുത്തു നിൽക്കുന്ന വിഭാഗം ആവശ്യപ്പെടുന്നു. എന്നാൽ കൂടുതൽ പുതിയ ആളുകൾ, പാർട്ടിയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന KP പ്രശാന്തൻ, പന്നിയോടൻ ചന്ദ്രൻ, രവീന്ദ്രൻ കുന്നോത്തി എന്നീ പേരുകളാണ് ഇപ്പോൾ മറുവിഭാഗം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും ഇതിലെന്താണ് ഒരു തീരുമാനമാവുക എന്നുള്ളത് ഈ മുന്നണി മാറ്റത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതോടുകൂടി മാത്രമേ വ്യക്തമാവുകയുള്ളൂ. മത്സരിക്കാൻ താൻ സന്നദ്ധനാണ് എന്ന് KP മോഹനൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇക്കുറി UDFിനായി ലീഗാണ് മത്സര രംഗത്തുള്ളത് എങ്കിൽ അവിടെ പൊറ്റക്കണ്ടി അബ്ദുള്ള മത്സരിക്കില്ല എന്ന കാര്യം തീരുമാനമായിട്ടുണ്ട്. മറിച്ച് മുഹമ്മദ് അലി യൂത്ത് ലീഗ് നേതാവാണ്, അഡ്വക്കേറ്റ് CK നജാഫ് MSF നേതാവാണ്. ഇവരുടെയൊക്കെ പേരുകളാണ് ഇപ്പോൾ ലീഗ് പരിഗണിക്കുന്നത്. ശരി, ഏതായാലും കത്തിരുന്ന് കാണാം. നമുക്ക് RJDയുടെ കലഹം അത് എവിടെ ചെന്ന് അവസാനിക്കും എന്നതാണ്. മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ കൂടി നമ്മൾ അതിനെ ചേർത്ത് വായിക്കണം. അഭിജിത്ത് മുഴക്കുന്നാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.